തനുവിന്റെ ചെരുപ്പും കയ്യിലെടുത്ത കാശി ഒന്ന് ചുറ്റിലും നോക്കി. കുറച്ചപ്പുറത്തേക്ക് മാറി അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയുള്ള ഒരു പഴയ കെട്ടിടം കണ്ടതും അവന്റെ മുഖം ഒന്ന് കറുകി. അവൻ അവിടേക്ക് വേഗത്തിൽ നടന്നെടുത്തു. അക്ഷരാർത്ഥത്തിൽ കാശി നടക്കുകയല്ല, ഓടുകയായിരുന്നു. ആ കെട്ടിടത്തിന്റെ തിണ്ണയിൽ ഇരുന്നു മദ്യപിക്കുന്ന രണ്ടുപേരെ കണ്ടതോടെ അവന്റെ കണ്ണുകൾ കത്തി. ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു പോലീസുകാരൻ ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ശരീരഘടന ആയിരുന്നു കാശിയുടേത്. 6 അടിയിൽ അധികം പൊക്കവും ഉറച്ച ശരീരവും വെട്ടിയൊതുക്കിയ മീശയും എല്ലാം കൂടി അവനൊരു പക്ക പോലീസ് ലുക്ക് നൽകി. അവനെ കണ്ടതോടെ രണ്ടുപേരും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അവരുടെ മുഖത്ത് ഭയം നിറയുന്നത് അവൻ കണ്ടു. എവിടെടാ അവൾ? കാശി അലറുകയായിരുന്നു. അതിനു മറുപടി എന്നോണം അവർ അടഞ്ഞുകിടന്ന വാതിലിന് നേർക്ക് നോക്കി. ശരവേഗത്തിൽ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ചെന്ന കാശിയുടെ ഹൃദയം നിലച്ചു പോകുന്ന കാഴ്ചയാണ് അവൻ അവിടെ കണ്ടത്. വിവസ്ത്രയായി ബോധരഹിതയായി വെറും നിലത്ത് കിടക്കുകയാണ് തനു. നഗ്നായ ഒരു പുരുഷൻ അവളിലേക്ക് പടർന്നു കയറുന്നത് ഒരു വിറയലോടെ അവൻ കണ്ടു. കാശിയുടെ കണ്ണുകൾ ഇരുട്ടു കയറി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അയാളും കണ്ടു തന്നെ കൊല്ലാനുള്ള പകയുമായി തുറിച്ചു നോക്കുന്ന കാശിയെ. അപകടം മണത്ത അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാശി അയാളെ ചവിട്ടി മാറ്റിയിരുന്നു. വാടിയ പൂ പോലെ കിടന്ന തനുവിനെ അവനൊന്ന് നോക്കി. അവളുടെ അടികൊണ്ട് വീങ്ങിയ കവിളിലേക്കും പൊട്ടിയ ചുണ്ടുകളിലേക്കും രക്തം ഒഴുകിയിറങ്ങുന്ന കാലുകളിലേക്കും ഒന്നേ നോക്കാനായുള്ളൂ. കാശിയുടെ ഉള്ളുനേറി. പെട്ടെന്ന് തന്നെ അവൻ സമചിന്തത വീണ്ടെടുത്തു. നിലത്തു കിടന്ന തനുവിനെ സാരിയെടുത്ത് അവൻ അവളെ പുതപ്പിച്ചു. അവളെ കൈകൾ കോരിയെടുത്ത് പുറത്തേക്കോടി. പോകുന്ന പോക്കിൽ തനുവിനെ ഉപദ്രവിച്ചെന്റെ അടിനാഭി നോക്കി ഒരു ചവിട്ട് കൊടുക്കാനും അവൻ മറന്നില്ല. അയാൾ വയറുപൊത്തി നിലത്തേക്ക് വീണു. അയാളെയും കൂടെ ഉണ്ടായിരുന്നവരെയും കൊന്നാലും തീരാത്തത്ര ദേഷ്യം ഉണ്ടായിരുന്നു. എങ്കിലും തനുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിനാണ് അവൻ പ്രാധാന്യം നൽകിയത്. തനുവിനെ ബാക്ക് സീറ്റിൽ കിടത്തിയ ശേഷം കാശി വണ്ടിയെടുത്തു. ഓടിക്കുന്നതിനിടയിൽ തന്നെ സ്ഥലം SIയെ വിളിച്ചവന്മാരെ കസ്റ്റഡിയിലെടുക്കാനും സ്റ്റേഷനിൽ അല്ലാതെ മറ്റൊരിടത്ത് താമസിപ്പിക്കാനും ഏർപ്പാട് ചെയ്തു. കാശിയുടെ സുഹൃത്തായ ഡോക്ടർ ബിലാലും ഭാര്യ ഷാഹിനെയും നടത്തുന്ന ഹോസ്പിറ്റലിലേക്കാണ് അവൻ തനുവിനെയും കൊണ്ടുപോയത്. അവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ബിലാലും ഷാഹിനെയും കാഷ്വാലിറ്റിയുടെ മുമ്പിൽ തന്നെ ട്രോളിയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തനുവിനെ അകത്തേക്ക് കൊണ്ടുപോയ ശേഷം കാശി തളർച്ചയോടെ ഒരു കസേരയിലേക്ക് ഇരുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? തനുവിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ ഉള്ളിൽ നിറയുന്ന വേദന അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തോളിൽ ഒരു കസ്പർശം തോന്നിയപ്പോൾ കാശി കണ്ണു തുറന്നു. ബിലാൽ, നീ വാ, എൻ്റെ കൺസൾട്ട് റൂമിലേക്ക് ഇരുന്ന് സംസാരിക്കാം. ബിലാൽ തന്നെ മുന്നേ നടന്നു. കാശി യാന്ത്രികമായി അവന് പിന്നാലെ പോയി. തൻ്റെ റൂമിലെ ചെയറിൽ ബിലാൽ ഇരുന്നു. പുറകെ കാശിയും. കാശി, ഐ ആം സോറി ടു യു സേ ബട്ട് യു നോ ദാറ്റ് വാസ് എ റേപ്പ്, എ ബ്രൂട്ടൽ വൺ. ഒരു പോലീസുകാരൻ ആയ നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഇല്ലല്ലോ. പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. എങ്കിലും ബിലാലിൻ്റെ വാക്കുകൾ കാശിയെ വീണ്ടും വീണ്ടും കുത്തിമുറിവേൽപ്പിച്ചു. ഡാ, അവൾക്ക് എങ്ങനെയുണ്ട്? ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങ് പോന്നു. ഷാഹി അവിടെയുണ്ട്, അവൾ പറയും ഡീറ്റെയിൽ ആയി. കാശി പ്രതീക്ഷയോടെ അവനെ നോക്കി. നീ പേടിക്കേണ്ട, ആ കുട്ടി ഭയന്നപ്പോൾ ബോധം പോയതാകാനേ വഴിയുള്ളൂ. കാശി ഒന്ന് നോക്കിയ ശേഷം അവൻ തുടർന്നു. കാശി, നാളെയല്ലേ നിങ്ങളുടെ കല്യാണം പറഞ്ഞിരുന്നത്? ഇനിയിപ്പോൾ എന്താ നിന്റെ തീരുമാനം? കാശി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അതല്ല, കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക്. ബിലാലിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ കാശി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി ബിലാൽ. കല്യാണത്തിന് മുന്നേ അവളെ മറ്റൊരുത്തിന് സ്വന്തമാക്കിയത് കൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുമോ? അതല്ല നിനക്കറിയേണ്ടത്. ബിലാൽ കുറ്റവാളിയെപ്പോലെ തല കുനിച്ചു. ഞാനെന്ന് ചോദിക്കട്ടെ, എൻ്റെ അമ്മക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നീ ഈ ചോദ്യം എന്നോട് ചോദിക്കുമോ? സഹോദരിക്കാണെങ്കിലോ? ഇല്ല, പകരം എന്നെ ആശ്വസിപ്പിക്കും, ചേർത്തു നിർത്താൻ പറയും. പക്ഷേ ഭാര്യയ്ക്ക്, അല്ല ഭാര്യയാകാൻ പോകുന്നവൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നിന്റെ പിടിവിട്ടു പോയി അല്ലേ? കാരണം എന്താ? ഈ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവൻ്റെ വണ്ടി പോലെ, അവൻ വാങ്ങിയ വീട് പോലെ അവൻ്റെ ഒരു സ്വത്ത്. അവളുടെ ശരീരത്തിൽ മറ്റാരെങ്കിലും തൊട്ടാൽ അതോടെ അവൾ ചീത്തയാകും. അവളുടെ സ്വഭാവത്തിലെ നന്മകളും നമ്മൾ മറക്കും. എന്നിട്ട് അതിൻ്റെ എല്ലാ സ്ഥാനത്ത് ആ ഒരു കാര്യം എടുത്തു പ്രതിഷ്ഠിച്ചു വെക്കും. പലപ്പോഴും ഒരു പെണ്ണിനെ തോൽപ്പിക്കാൻ, ഇഷ്ടത്തിന് കൊണ്ടുവരാൻ ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് അവളെ കീഴ്പ്പെടുത്തുക എന്നത്. ഈ പരിശുദ്ധി എന്ന വാക്കുപോലും സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ? മനസ്സിൻ്റെ ശുദ്ധിയേക്കാളും പവിത്രമായ സ്നേഹത്തെക്കാളും എന്തു മേന്മയാണ് കന്യകയാണ് എന്ന ഒറ്റ കാരണം കൊണ്ടൊരു പെണ്ണിനുണ്ടാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാശിയുടെ വാക്കുകൾ അവൻ്റെ ആത്മരോഷം വ്യക്തമായിരുന്നു. തൻ്റെ അനിയൻ്റെ വാക്കുകൾ കൂടി അറിഞ്ഞ അവൻ്റെ കോളേജ് യൂണിയൻ ചെയർമാനായ തീപ്പൊരി സഖാവായ കൈലാസ്നാഥിൻ്റെ നേരിൽ കാണുകയായിരുന്നു ബിലാൽ.
അവന് മുന്നിൽ, അവൻ്റെ മൂല്യങ്ങൾക്ക് മുന്നിൽ താൻ ഒരുപാട് ചെറുതായ പോലെ തോന്നി അയാൾക്ക്. കാശിയുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത തൻ്റെ ഇടുങ്ങിയ ചിന്താഗതി അവനെ ലജ്ജിപ്പിച്ചു. അപ്പോഴേക്കും ഷാഹിന വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ഷാഹി, എങ്ങനെയുണ്ട് തനുവിന്? അവൾ ഓക്കെ അല്ലേ? കുഴപ്പം ഒന്നുമല്ലല്ലോ? കാശിയുടെ ഉള്ളിലെ ഭയം അവൻ്റെ മുഖഭാവത്തിലും വാക്കുകളിലും പ്രകടമായിരുന്നു. ഹേ കാശി, ഇപ്പോൾ ഇരിക്ക്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കാശി അസ്വസ്ഥതയോടെ കസേരയിലേക്ക് ചാഞ്ഞു. പുറകെ ബിലാലും ഷാഹിനയും. ബിലാൽ പറഞ്ഞില്ലേ തന്നോട് കാര്യങ്ങൾ? അല്ലെങ്കിലും കാശിയോട് കാര്യങ്ങൾ വ്യക്തമായി തരേണ്ട കാര്യം ഇല്ലല്ലോ. കാശി ഒന്ന് മൂളി. ഷാഹിന തുടർന്നു. തനിമയോടെ ബോഡി വല്ലാതെ വീക്കായിട്ടുണ്ട്. പിന്നെ ശരീരത്തിൽ ആകമാന മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും പെൽവിക് റീജിയൻ. ഞാൻ ഉദ്ദേശിച്ചത്, നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? ഷാഹിന പതിവായി നിർത്തി. കാശി അവരെ ഒന്ന് നോക്കിയ ശേഷം മനസ്സിലായി എന്ന ഭാവത്തിൽ തലയാട്ടി. ഷാഹി തുടർന്നു. പോലീസിൽ അറിയിക്കേണ്ട കാര്യമില്ല. കാശി ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ ആ കുട്ടിയുടെ ഫാമിലിയിൽ അറിയിക്കണ്ടേ? അപ്പോഴാണ് കാശിയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഫോൺ എടുത്തു നോക്കിയപ്പോൾ 30-ലധികം മിസ് കോൾ. തനിമയെ ഒരു 1 അവറിനുള്ളിൽ റൂമിലേക്ക് മാറ്റാം. അപ്പോഴേക്കും ആ കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവരും. പിന്നെ രാത്രി കഴിക്കാൻ കഞ്ഞി പോലെ ലഘുവായി എന്തെങ്കിലും കരുതണം. ഹോസ്പിറ്റൽ രേഖകളിലും മെഡിക്കൽ റെക്കോർഡിലും BP കുറഞ്ഞ് തല കറങ്ങി വീണു. അങ്ങനെ വരാൻ പാടുള്ളൂ. നമ്മൾ ഇത്രയും പേരല്ലാതെ മറ്റാരും അറിയരുത് എന്ന് കാശി ഒരു താക്കീതോടെ പറഞ്ഞു. ബിലാൽ തലയാട്ടി. ഷാഹിനയും. കാശി പുറത്തേക്ക് പോയി. തനുവിൻ്റെ അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും അമ്മമാരുടെയും ഏട്ടന്മാരുടെയും എല്ലാ മുഖം ഉള്ളിലേക്ക് വന്നെങ്കിലും ആരെങ്കിലും വിളിക്കാൻ തോന്നുന്നില്ല. അവർക്കാർക്കും താങ്ങാൻ കഴിയുന്നതല്ല തനുവിന് സംഭവിച്ചത്. നീലുവിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ കാശിയുടെ ഉള്ളിൽ പകയെരിഞ്ഞു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളും തനുവിൻ്റെ ഈ അവസ്ഥക്ക് കാരണക്കാരിയാണ്. അവൻ കുറെ ആലോചിച്ചു. ഒടുവിൽ ഒരു പേരിൽ വന്നു നിന്നു. തരുൺ. കാശി ഫോണെടുത്ത് തരുണിനെ വിളിച്ചു. തനുവിനെ കണ്ടുപിടിച്ചെന്നും BP കുറഞ്ഞു ഇലാഹിയ ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്നും അവൾക്കൊരു ഡ്രസ്സ്, രാത്രി കഴിക്കാനുള്ള ഭക്ഷണവുമായി വരാനും പറഞ്ഞു. വീട്ടിൽ ആരോടും വരണ്ട എന്ന് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചു. നാളെ കല്യാണം നടക്കാൻ ഉള്ള വീടല്ലേ? തരുൺ ഓടിപ്പഴഞ്ഞ് ഏറുന്നത് കണ്ടപ്പോഴേ കാശിയുടെ ഉള്ളം നീങ്ങി. എന്താടാ, എന്താ പറ്റിയേ തനുവിന്? എവിടെയാ അവൾ? എനിക്ക് കാണാൻ പറ്റുമോ? ഒറ്റ ശ്വാസത്തിൽ കിതച്ചുകൊണ്ടാണ് ചോദ്യം. കാശിക്ക് പാവം തോന്നി. കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിക്കുകയായിരുന്നു തരുൺ. ആണുങ്ങൾ കരയില്ല എന്നൊക്കെ ആരാണ് പറഞ്ഞത്? ചോരയും നീരുമുള്ള മനുഷ്യരാണ് അവരും കരയും. പരസ്പരം എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാതെ അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. വീട്ടിൽ ആർക്കും സംശയം തോന്നാതെയിരിക്കാൻ കാശി അവനെ തിരികെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും തനുവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു. കാശി അവൾക്കരികിലേക്ക് ചെന്നു. കവളിൽ അടികൊണ്ട് പാടിപ്പോയും തിളർന്നു കിടപ്പുണ്ട്. ചുണ്ടു പൊട്ടിയിട്ടുണ്ട്. കഴുത്തിൽ നഖം കൊണ്ടതിൻ്റെയും കടിച്ചതിൻ്റെയും പാടുകൾ. കൈകളിൽ നഖം ആയുന്ന മുറിവുകൾ ഒരുപാടുണ്ട്. അമർത്തിപ്പിടിച്ചതിൻ്റെ പാടുകൾ നിലച്ചു കിടക്കുന്നു. പക്ഷെ എല്ലാത്തിനും വലിയ മുറിവേറ്റത് അവളുടെ മനസ്സിലാണ്. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആഹാ കാശി, ഇവിടെ സെന്റിയടിച്ചു നിൽക്കുകയാണോ? ഈ കുട്ടിയെ കൂടി വിഷമിപ്പിക്കുമല്ലോ. കാശി തിരിഞ്ഞു നോക്കി. ഷാഹിനയാണ്. അവൻ കണ്ണു തുടച്ചു. പുഞ്ചിരിക്കാൻ വിഫലശ്രമം നടത്തി. ഹേയ്, എനിക്ക് മനസ്സിലാകും കാശിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ തനിമയ്ക്ക് ഇപ്പോൾ ആവശ്യം ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന കാശിയല്ല, പഴയ തീപ്പൊരി സഖാവായ കൈലാസ്നാഥിനെയാണ്. കാശി ഒന്ന് ഞെട്ടി അവരെ നോക്കി. നോക്കേണ്ട, ബിലാലിനെ അനിയൻ ഷിഹാബ് തൻ്റെ കോളേജ് മേറ്റായിരുന്നു. നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തന്നെ അറിയാം. അവൻ്റെ വാക്കുകളിലൂടെ അവൻ പുഞ്ചിരിച്ചു. ഷാഹിന തുടർന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നൈസസ് കോളിംഗ് ബെൽ പ്രസ് ചെയ്താൽ മതി. ഈ ട്രിപ്പ് തീർന്നു കഴിയുമ്പോൾ നഴ്സിംഗ് സെക്ഷനിൽ പറയണം. പിന്നെ നാളെ എത്ര മണിക്കാണ് മുഹൂർത്തം? 12:15 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ സൈക്കാട്രിസ്റ്റ് വരും. തനിമയെ കാണാൻ 10-10:30 ഡിസ്ചാർജ് ചെയ്യാം. കുറച്ച് ദിവസത്തേക്ക് നല്ല കരുതൽ വേണം ഈ കുട്ടിക്ക്. വിഷമം ഉണ്ടാക്കുന്ന സംസാരങ്ങളോ സാഹചര്യങ്ങളോ വരാതെ നോക്കണം. കൂടെ നിന്ന് ധൈര്യം കൊടുക്കണം. കാശിയെല്ലാം മൂളിക്കേട്ടു. ഷാഹിന യാത്ര പറഞ്ഞു പോയി. അവനൊരു കസേര എടുത്ത് തനുവിൻ്റെ അരികിൽ ഇട്ട് അതിൽ ഇരുന്നു. ആ കൈയെടുത്ത് തൻ്റെ കൈകൾക്കുള്ളിൽ വെച്ചു. അല്പനേരം കൂടി കഴിഞ്ഞു. തന്നെ മെല്ലെ കണ്ണു തുറന്നു. തനിക്കരയിൽ ഇരിക്കുന്ന കാശിയെ കണ്ട് അവളുടെ മുഖം വിടർന്നെങ്കിലും ക്ഷണനേരത്തിൽ ആ ഭാവം പേടിക്കോ ദുഃഖത്തിനോ എന്നൊക്കെ വഴിമാറി. കാശിയേട്ടാ, അവൾ വിറയാർന്ന ശബ്ദത്തിൽ വിളിച്ചു. കാശി അവളെ നോക്കി തിളക്കമില്ലാത്തൊരു ചിരി സമ്മാനിച്ചു. സിനിമയിലും സീരിയലുമൊക്കെ കാണുന്ന പോലെ അവസാന നിമിഷം എങ്കിലും നായകൻ വന്ന് രക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാശിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ്റെ ഹൃദയത്തിൽ മുറിവിൽ നിന്ന് വീണ്ടും ചോര പൊടിഞ്ഞു തുടങ്ങി. സാരമില്ല, ഇതൊക്കെ എൻ്റെ വിധിയാണ്. ഇനിയിപ്പോൾ കാശിയേട്ടൻ എൻ്റെ നായകനല്ല, നീലുവിൻ്റെയാണ്. എന്ത്? കാശി ഞെട്ടി അവളെ നോക്കി. കാശിയേട്ടാ, ഞാൻ പറയാൻ പോകുന്നത് ഏട്ടൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ സത്യത്തിൽ ഏട്ടൻ്റെ മുറപ്പെണ്ണല്ല. എന്നെ അച്ഛനും അമ്മയും എടുത്തു വളർത്തിയതാണ്.
ഇതിപ്പോൾ സാരമില്ല. എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് എങ്ങനെ സ്വീകരിക്കണം എന്ന് ആരും ഏട്ടനോട് പറയില്ല. നിനക്ക് ഇത്രക്ക് ബോധമില്ലേ? നീ തന്നെ നായികക്ക് 40 വട്ടം പറഞ്ഞിട്ടില്ലേ നീയും തരുണും തനയും നിങ്ങളുടെ അച്ഛൻ്റെ പോലെ ആണെന്ന്. താരക്ക് മാത്രമേ അമ്മായിയുടെ സൗന്ദര്യം കിട്ടിയിട്ടുള്ളൂ എന്ന്. ഒക്കെ പോട്ടെ, ആണും പെണ്ണുമായി 3 മക്കൾ ഉള്ള അമ്മാവനും അമ്മായിക്കും ഒരു കുഞ്ഞിനെ കൂടി ദത്തെടുക്കേണ്ട ആവശ്യം എന്താണ് എന്നെങ്കിലും ചിന്തിച്ചോ നീ? താൻ അല്പസമയം മൗനമായിരുന്നു. പിന്നെ പറഞ്ഞു, എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഞാനുമല്ല, നീലുവാണ് വളർത്തുമകൾ എന്ന്. ഇത്തവണ കാശ് ഞെട്ടി എഴുന്നേറ്റ് പോയി.